നിങ്ങൾ ഈ പേര് കണ്ടതുപോലെ വിജയൻ ആശാരി, ഞാൻ ആശാരി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. വിശ്വകർമ്മ സമുദായത്തിൽ ആശാരി കുടുംബത്തിൽ കൊല്ല വിഭാഗത്തിൽ ജനിച്ച ആളാണ് ഞാൻ. കൊല്ലനും കല്ലനും ആശാരിയും തട്ടാനും മൂശാരിയും എഴുത്തുകുത്തിൽ ആശാരി എന്നാണ് പേര് വരുന്നത്. അതുകൊണ്ടാണ് മൊത്തത്തിൽ പറയുമ്പോൾ ആശാരിമാർ 5 ഉണ്ടെന്നുള്ളതാണ്. ബാക്കി ഒരുപാട് സമുദായക്കാരെ പറയാൻ എനിക്കറിയാം, അതൊന്നും എൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് വിടുകയാണ്. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ അപ്പൻ അതിഭയങ്കരമായ മദ്യപാനിയാണ്. എൻ്റെ അപ്പൻ മരിച്ചു കഴിഞ്ഞ് അപ്പൻ രാവിലേക്ക് പോകുമ്പോൾ തോറ്റു പട്ടാളക്കാർ പോകും പോലെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞു പോകും. പക്ഷേ രാത്രി റോഡ് അളന്നളന്നാണ് വരുന്നത്. ഓണത്തിനും ക്രിസ്മസിനും എടുത്തുകൊണ്ട് വരും സമയമാമറ്റത്. അങ്ങനെ എൻ്റെ അപ്പൻ വീട്ടിലേക്ക് വരുമ്പോൾ 2.25 സെൻറ്റ് വസ്തുവിൻ്റെ മുമ്പുള്ള കിണർ കണ്ടപ്പോൾ അതിൻ്റെ താഴം കൂടെ അളക്കാൻ ആഗ്രഹിച്ചു. കൈ സിൽപ്പായി കിണറ്റി വീണ് എൻ്റെ അപ്പൻ മരിച്ചു. 35 വയസ്സുള്ള അമ്മ വിധവയായി മാറി. 18 വയസ്സുള്ള ചേട്ടൻ നാട് വിട്ടു. 11 വയസ്സുള്ള ഞാൻ ജീവിത പ്രാരാബ്ധം ഏറ്റെടുത്തു. എൻ്റെ അനുജൻ തൊട്ടിൽ കിടന്നുറങ്ങുന്നു 3 വയസ്സ്. അങ്ങിങ്ങാത്ത ഡ്രസ്സ് തെളിവായി എൻ്റെ ഫ്രണ്ടുണ്ട്, കേൾക്കാതെ പാസ്റ്ററാണ്. അന്ന് എൻ്റെ ക്ലാസ്മേറ്റ് ആരോ തന്ന ഒരു പാൻറ്റിനെ വെട്ടിമുറിച്ച് ബെർമുടയാക്കി, കുനിഞ്ഞാലും ഇരുന്നാലും നേരെ നിൽക്കാൻ പറ്റാത്ത ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബെർമുടയും ഇല്ലായ്മയുടെ കാലവും സങ്കടങ്ങളും. എങ്കിലും ഹൈന്ദവ പാരമ്പര്യത്തിൽ ജനിച്ച അഹങ്കാരത്തിനേക്ക് അല്പം പോലും കുറവില്ലായിരുന്നു. ക്രിസ്ത്യാനികളെ കാണുമ്പോഴേ രക്തം തിളയ്ക്കുന്ന ഇല്ലായ്മയുടെ കാലം. അങ്ങനെ എൻ്റെ 10ാം ക്ലാസ് പഠനം കഴിഞ്ഞ് ഞാൻ ധനുശ്വരം പ്രീ ഡിഗ്രി എത്തുന്നു. അന്ന് ഞാൻ വളരെ ദരിദ്രനായതുകൊണ്ട് പഠിക്കുന്ന കാലത്തൊരു ആഗ്രഹം, എന്നെങ്കിലും സമ്പന്നനായി മരിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് പഠനാവശ്യമായി പൂവാറുന്ന സ്ഥലത്ത് പൊഴിക്കര എത്തുമ്പോൾ വള്ളത്തിൽ ചാരിയിരിക്കുന്ന എന്നെ നോക്കി ഒരു മുണ്ടുടുത്ത പാസ്റ്റർ എന്ന് പറഞ്ഞു, നിങ്ങളുടെ പേര് വിജയനല്ലേ? ഞാൻ പറഞ്ഞു അതെ. നിങ്ങൾ ആശാരിയല്ലേ? ഞാൻ പറഞ്ഞു അതെ. നിങ്ങൾ വിശ്വകർമ്മയല്ലേ? ഞാൻ പറഞ്ഞു അതെ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു സുവിശേഷ പ്രവർത്തകനായി മാറൂ. സ്വത്ര ഞാൻ അവിടെ നിന്ന് പറഞ്ഞ് അപ്പൻ്റെ പ്രായമുണ്ട് പോകാൻ. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ മുണ്ട് വലിച്ചു കീറി. അയാൾ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയല്ല ലോകരാഷ്ട്രങ്ങളിൽ ദൈവത്തിൻ്റെ വചനമായി പോകാനിടയാകുക. മുണ്ട് കീറി, ഷർട്ട് കീറി, ബൈബിൾ കീറി, കുറച്ച് അയാളുടെ വായിലും കുറച്ച് പോക്കറ്റിലുമായി വയ്ക്കുമ്പോൾ അയാൾ പറഞ്ഞു, ദർശനത്തിനൊരവധിയുണ്ട്, അത് സമാധിയിലേക്ക് എത്തപ്പെടുന്നു. എൻ്റെ ഭാര്യ തമിഴ്നാട്ടുകാരി, തിരുച്ചെന്തൂരുകാരിയാണ്. അവൾ 1997 നവംബർ 13 നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് എൻ്റെ കല്യാണം. കല്യാണം കഴിഞ്ഞ് 14 ദിവസം കഴിയുമ്പോഴാണ് എൻ്റെ ഭാര്യ ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഹിന്ദുക്കൾ പൊരുത്തം നോക്കും. 11 പൊരുത്തമുണ്ടാകും. അതിൽ 6 പൊരുത്തമുണ്ടെങ്കിൽ കെട്ടാം. 11-ൽ 11 പൊരുത്തത്താൽ ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞപ്പോൾ 2.25 സെൻറ്റ് വസ്തുവിൻ്റെ ഓല വീടെന്ന് പറഞ്ഞല്ലോ. രാത്രി ഉറക്കത്തിൽ 2:15 മണിക്ക് 14 ദിവസം കഴിഞ്ഞപ്പോൾ നവംബർ 27 എൻ്റെ ഭാര്യയെ നോക്കിയപ്പോൾ അവിടെ ഒന്നും ഭാര്യയില്ല. സാമ്പത്തികമായിട്ട് ഇല്ലാത്തതുകൊണ്ട് വിളക്കൊക്കെ വളരെ കുറവാണ്. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോക്കി. പക്ഷേ ഈ പൊക്കം കുറയും തോറും ബുദ്ധി കൂടുമെന്നാണ്. പൊക്കം കുറയും തോറും ഞാൻ പൊക്കം കുറഞ്ഞാണ്. എൻ്റെ പാസ്റ്റർ നോക്കണം എന്തുമാത്രം പൊക്കം. ഞാനും അദ്ദേഹം നിന്നാൽ ഗോലിയാത്ത നാവി നിന്നോലിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പണ്ടൊരു തമിഴിൽ ചൊല്ലുകൊണ്ട്, നെടിയവനെ നമ്പിയാലും കുറിയവനെ നമ്പരുത്, കള്ളനെ നമ്പിയാലും കുള്ളനെ, പൊക്കമുള്ളവനെ വിശ്വസിച്ചാലും പൊക്കം കുറഞ്ഞവനെ എന്നെയും സത്യദാസ് പാസ്റ്ററൊക്കെ വിശ്വസിക്കണം. ഞങ്ങൾ ദൈവകൃപയിൽ നിൽക്കുകയാണ്. പ്രൈസലോ ഹല്ലേലൂയ. അപ്പോൾ അവിടെ കിടന്ന് ഞാൻ കറങ്ങി നോക്കിയിട്ട് കട്ടിലിൽ ആളില്ല. പക്ഷേ ഒരു ശബ്ദം മാത്രം കേൾക്കുന്നു. ഞാൻ വെച്ച് രാത്രി എൻ്റെ ഭാര്യ പാമ്പായി മാറി. അങ്ങനെ എൻ്റെ ഭാര്യയെ നോക്കാൻ അവിടേക്ക് വിളക്കിനെ കൊളുത്തി വലുതാക്കി കട്ടിലിൻ്റെ അപ്പുറത്ത് നോക്കി, ഭാര്യയില്ല. ഇപ്പുറത്ത് നോക്കി, ഭാര്യയില്ല. ഷൂ കേട്ടോണ്ടിരിക്കുക. കട്ടിലിൻ്റെ അടിയിൽ നോക്കി, ഭാര്യയില്ല. ഇനി ആളുള്ളൊരു അലമാര, കാറ്റടിക്കുമ്പോഴേ ആടുന്ന അലമാരയാണ്. അവിടെ ചുവരിൻ്റെ ഇടയിൽ അല്പ ഗ്യാപ്പുണ്ട്. ഞാൻ പതുക്കെ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ വെളുപ്പരാവിലെ 2 മണിക്ക് എൻ്റെ ഭാര്യ മുട്ടുകുത്തി എന്ന് യേശുവിനെ പ്രാർത്ഥിക്കുന്നു. നീയാണ് ദൈവം, നിൻ്റെ മനുഷ്യനെ തെളിയിച്ചു കൊടുക്കണമേ. നീയാണ് ദൈവം, നിൻ്റെ കർത്താവേ, എൻ്റെ ഭർത്താവ് വിശ്വസിക്കണമേ. എവിടെ യേശുവേ യേശുവേ എന്ന് പറഞ്ഞാൽ ഞാൻ ഷൂ മാത്രം. അന്ന് രാത്രി എൻ്റെ ഭാര്യ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു. അവൾ കൊന്നാലും കുഴപ്പമില്ല. നീണ്ട 10 വർഷമായി അവളുടെ വീട്ടുകാർ പോലും അറിയാതെ അവൾ രഹസ്യ ക്രിസ്ത്യാനിയാണ്. സ്വത്ര തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂരിൽ വളർന്ന അവൾ 8 വയസ്സുള്ളപ്പോൾ അവളുടെ സഹോദരന് ബ്രെയിൻ ട്യൂമർ, തലവേദന ഉണ്ടായിരുന്നു. പലയിടത്തും ചികിത്സിച്ചിട്ട് മാറാതിരിക്കുമ്പോൾ പെന്തക്കോസിലെ ടീച്ചർ
പറഞ്ഞു, നീ വരണം, നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. പ്രതീക്ഷയോടെ വന്ന കുമാർ എന്ന വിനോദ് കുമാറിനെ ടീച്ചർ കൊണ്ടുപോയത് ആരാധന നടക്കുന്ന അവിടെ ആലയത്തിനകത്തേക്കായിരുന്നു. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഗസ്റ്റ് ലെക്ചറായി അല്ലെങ്കിൽ പ്രസംഗിക്കാമെന്ന് അദ്ദേഹം അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വർഷങ്ങളുടെ തലവേദന ദൈവം എടുത്തു മാറ്റുന്നു. സ്തോത്ര. അങ്ങനെ അവൻ്റെ വിടുതൽ കണ്ട് എൻ്റെ ഭാര്യ വിശ്വാസിയായി. അവനെ വീട്ടിൽ നിന്ന് വെളിയാക്കി അവൻ തമിഴ്നാട്ടിൽ 6 സഭകളുടെ സെൻട്രൽ പാസ്റ്ററായി തുടരുന്നു. ഹല്ലേലൂയ. നോക്കണമേ, എൻ്റെ ഭാര്യ അന്ന് തൊട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. 8 വയസ്സ് പോലും പ്രായമില്ലാത്തവൾ യേശുവെന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഉപദ്രവിക്കും, ബൈബിൾ എടുത്താൽ കൈയടിച്ചൊടിക്കും, പള്ളിയിൽ പോയാൽ കാലൊടിക്കും. എങ്കിലും അവൾ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കാൻ നീ എനിക്കൊരു അവസരം തരണമേ. 8 വർഷവും പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ കാലങ്ങളായി പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് വിടുതൽ ഇതുവരെ വന്നില്ലെങ്കിലോ, സമയമാകുമ്പോൾ നന്മ നിന്റെ ഭവനത്തിനകത്ത് വരൂ, സമയമാകുമ്പോൾ നിന്റെ ശുശ്രൂഷയിൽ വരൂ, സമയമാകുമ്പോൾ നിന്റെ തലമുറയിൽ വരൂ. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കഴിയുന്നു. 10 വർഷത്തോളമായപ്പോൾ നെയ്യാറ്റിൻകരയിൽ അവളുടെ ചേച്ചിയുടെ വീട്ടിലെത്തി. കല്യാണം ഉറപ്പിക്കാൻ ഞാനും പോകുന്നു. കല്യാണം ഉറപ്പിക്കാൻ പോയ ഞാൻ റോഡിൽ കൂടെ പോവുകയാണ്. മീശയും താടിയൊക്കെ ഉണ്ട്, എല്ലാം രൂപഭേദമായിട്ട് പോയാൽ ഇവൾ ജനലിൽ കൂടെ കണ്ടെന്ന് തോന്നുന്നു. പ്രാർത്ഥിക്കുന്ന ഇവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു ദൈവ പൈതലിനെ കെട്ടാനല്ലേ ഞാൻ പ്രാർത്ഥിച്ചത്, ഈ കാണ്ടാമൃഗത്തെയാണോ എനിക്ക് ഒരുക്കി വെച്ചിരുന്നത്? അപ്പോൾ ദൈവാത്മാവിൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, സകലവും നന്മയ്ക്കായി മാറും. നിനക്ക് വരുന്ന സകല ദോഷവും നന്മയ്ക്കാണ്. നിനക്ക് വരുന്ന സകല സങ്കടവും സന്തോഷമാക്കുവാൻ എൻ്റെ ദൈവം മതിയായവ, അനർത്ഥം വ്യസനമാക്കാത്ത ദൈവം. സ്വതന്ത്രം. അവൾ പറഞ്ഞില്ല, ഇയാൾ ബൈബിൾ കത്തിച്ചെന്നൊരറിവുണ്ട്. അവളുടെ അച്ഛൻ്റെ അനുജൻ്റെ മക്കളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അറിവ് എവിടെയും എത്തി. മാത്രമല്ല, പാസ്റ്റർമാരെ കണ്ടാൽ വടക്കോട്ട് വഴി കേട്ടാൽ തെക്കോട്ട് വഴി പറഞ്ഞു കൊടുക്കും. ഒറ്റയ്ക്കാണെങ്കിൽ നല്ല കുഴിയുണ്ടെങ്കിൽ അവിടെ ചവിട്ടി അങ്ങിടും. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ലീലാവിലാസമുള്ള ആളാണെന്നും ടോയ്ലറ്റിലെ വേസ്റ്റ് 50 പൈസ പ്ലാസ്റ്റിക്കിൽ കെട്ടിയെടുത്തിട്ട് ഞായറാഴ്ച ആരാധനയ്ക്ക് സഭയ്ക്കകത്ത് ഫ്ലാറ്റായിട്ട് എറിഞ്ഞ് അവിടെ വൃത്തികേടാക്കുകയൊക്കെ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉണ്ടായിരുന്ന എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ഭാര്യ മനസ്സിലാക്കിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇയാളെ വേണ്ട. ദൈവാത്മാവോട് പറഞ്ഞു, ജാതികൾക്കിടയിൽ സുവിശേഷം അറിയിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാനപാത്രമാകുന്നു ഇവൻ. ഹല്ലേലൂയ. അങ്ങനെ സമ്മതിക്കാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആമേ ഹല്ലേലൂയ അവളോട് പറഞ്ഞു, ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതുണ്ടെന്ന് ഞാനിവനെ കാണിച്ചു കൊടുക്കാതിരിക്കുന്ന കണ്ടുകൊള്ളുക. 2 തിമോഥെയോസ് 1:12 പൗലോസ് പറയുന്നു, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ഞാൻ ലജ്ജിച്ചു പോകുന്നില്ല, ആരെ വിശ്വസിക്കുന്നു ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവളുടെ പ്രാർത്ഥന, അവൾ പറഞ്ഞു, അങ്ങനെ ഇവിടെ നേറ്റിങ്ങനെ എത്തി, എൻ്റെ കല്യാണം ഉറപ്പിച്ചു. അന്നോട്ട് അവൾ പ്രാർത്ഥിച്ചത്, ഇവിടെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത എൻ്റെ വിശ്വാസം കല്യാണം കഴിഞ്ഞ് ചെന്ന് കയറുന്ന വീട്ടിലെങ്കിലും പ്രകടിപ്പിക്കാൻ നീ എനിക്കൊരവസരം തരണം. നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുക. എവിടെയാണ് നിങ്ങളുടെ വിഷയം, അവിടെ വചനം അയച്ചു പിടിപ്പിക്കുന്ന ദൈവം. എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചു. കല്യാണത്തിന് 10 ദിവസം കിടക്കുമ്പോൾ എൻ്റെ അനുജൻ്റെ ഇടതുവശം മുഴുവൻ സ്തംഭിച്ചു. ആശുപത്രിയിൽ കൊണ്ടുചെന്നപ്പോൾ പറയുന്നത് ക്യാൻസർ. ഒരു ഹൈന്ദവ ഭവനത്തിൽ ഒരു മരണം നടന്നാൽ 1 വർഷം കഴിഞ്ഞ് പിന്നെ കല്യാണം നടക്കൂ. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്യാൻസർ എന്നറിയുന്നു. പിറ്റേന്ന് രാവിലെ ഓപ്പറേഷൻ. ഇതിൻ്റെ ഇരട്ടിയായി മാറി ഈ ബോഡി മൊത്തം. വയറിൽ 39 സ്റ്റിച്ചും ഈ ഷോൾഡറിൽ 16 സ്റ്റിച്ചും ഇവിടെ 9 സ്റ്റിച്ചും ഇടേണ്ട 3 ഓപ്പറേഷൻ 3 ഡോക്ടർമാർ ഒരേ സമയം ചെയ്യുന്നു. ഓപ്പറേഷൻ കയറ്റാനൊരുങ്ങുമ്പോൾ പണ്ട് ബൈബിൾ കത്തിച്ച ലതിക നായർ ആശുപത്രിയിൽ നിൽക്കുന്നു. അവൾ അവിടുത്തെ നേഴ്സാണ്. ഹല്ലേലൂയ. അവൾ പറഞ്ഞു, വിജയ ഇവന് 10:15 ഓപ്പറേഷൻ, 12:15 കൊണ്ടുവന്നില്ലെങ്കിൽ അവൻ മരിച്ചു എന്ന് കണക്കാക്കണം. അങ്ങനെ 10:15 12:15 കഴിഞ്ഞു. എൻ്റെ അനുജനെ കാണാനില്ല. 1:15 കാണാനില്ല. 2:15 കഴിഞ്ഞ് കാണാനില്ല. 2:45 മണി വരെ കാത്തിരിക്കുമ്പോൾ അതിനുശേഷം കൊണ്ടുപോയവരെല്ലാം പുറത്തു കൊണ്ടുപോയപ്പോൾ എൻ്റെ അനുജനെ കാണാനില്ല. സമയം കുറച്ച് കഴിഞ്ഞു. ഇതാ അമ്മ കരയാൻ തുടങ്ങി. ഞാനും എൻ്റെ അമ്മയും അവിടെയുണ്ട്. ഇവൻ്റെ അവസ്ഥ എന്തെന്നറിയില്ല. അപ്പോഴേക്ക് 3 സുവിശേഷ പ്രവർത്തകർ അവൻ ബൈബിളുമായി ആശുപത്രിയുടെ വരാന്തയിലൂടെ വരുന്നു. ഓർത്തോ വാർഡ് മെഡിക്കൽ കോളേജിൽ എൻ്റെ അമ്മയുടെ കരച്ചിൽ കണ്ട് ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. അമ്മയ്ക്ക് എന്തെന്നറിയില്ല. ആശാരിയാണ് യേശു എന്നറിയാം. അമ്മ പറഞ്ഞു, വിശ്വസിക്കുന്നു, വിടുവിച്ചാൽ അടുത്ത ആഴ്ച തൊട്ട് ഞാൻ പള്ളിയിൽ പോകും. പ്രാർത്ഥിച്ചു തീരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അകത്ത് കിടക്കുന്ന മകനെയല്ല, ഈ ഇരിക്കുന്ന മകനെ, എന്നെ
ദൈവം കണ്ടിരിക്കുകയാൽ സ്തോത്രം. പറഞ്ഞു തീർന്നാമൻ പറഞ്ഞു. ആശുപത്രിയുടെ കണ്ണാടി കൂടി തുറന്നു. എൻ്റെ അനുജൻ്റെ മൂക്കിലും വായിലും വയറ്റിലും 3 മുറിവിലും മലമൂത്ര വിസർജനത്തിനും ശ്വാസത്തിനും ആകാരത്തിനുമായി 7 ഓസുകളുടെ സഹായത്തോടെ എൻ്റെ അനുജനെ പുറത്തു കൊണ്ടുവരാനിടയായി. ഇതാണ് അവിടെ നടന്നതെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് നെയ്യാറ്റിൻകരയിൽ കല്യാണത്തിന് വന്ന ലതിക നായർ പറഞ്ഞ അകത്ത സംഭവം കേൾക്കണം. 10:15 ഓപ്പറേഷൻ. 12:15 കഴിഞ്ഞപ്പോൾ അനസ്തേഷ്യ പവർ മടങ്ങി വന്നപ്പോൾ ഇവൻ എണീക്കുന്നില്ല. 2 മണിക്കൂറിനകത്ത് എണീറ്റില്ലെങ്കിൽ മരിച്ചു എന്നാണ് അർത്ഥം. അന്ന് 5 പേർ മരിച്ചു. അങ്ങനെ 5 ശവങ്ങളും മൂടിക്കിടത്തിയിരിക്കുന്നു. മോർച്ചറിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ ലതിക എന്നോട് പറഞ്ഞതാണ്. 12:30 കണ്ടില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ സൈഡിൽ വരാം. മറുപടി ഇല്ലാതിരിക്കുന്നു. 4 ശവങ്ങൾ കൊണ്ടുപോയി. 5ാമത്തെ ശവം എൻ്റെ അനുജനെ മൂടിക്കിടത്തിയിരിക്കുന്നു. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാനൊരുങ്ങുന്ന ലതിക നായർ തൻ്റെ കത്രികയും സാധനങ്ങളും കഴുകി വയ്ക്കുമ്പോൾ പുറത്ത് പ്രാർത്ഥന. കാത്രികയുടെ എണ്ണം നോക്കുമ്പോൾ 1 കുറവ്, പുറത്ത് പ്രാർത്ഥന. അപ്പോഴവക്കൊരു സംശയം, എൻ്റെ ക്ലാസ്മേറ്റ് വിജയൻ്റെ സഹോദരൻ്റെ ഓപ്പറേഷൻ സ്ട്രക്ചറിൽ വെച്ച് മറന്നതാണോ എന്നൊരു സംശയം. മൂടിക്കിടത്തിയ ശവത്തിന് ചുറ്റുമായി ലതിക അന്വേഷിക്കുമ്പോൾ പുറത്ത് പ്രാർത്ഥന. കത്രിക അന്വേഷിച്ചവൻ്റെ കാലിൻ്റെ അടുത്തെത്തുമ്പോൾ പുറത്ത് പ്രാർത്ഥന ശക്തി. ലതികൾക്കൊരു സംശയം, മൂടിക്കിടത്തിയിരിക്കുന്ന ശവത്തിൻ്റെ കാലുകൾ അനങ്ങുന്നു എന്നൊരു സംശയം. അവൾ തുണി വലിച്ചു മാറ്റി. പുറത്ത് പ്രാർത്ഥന. ഈ ശവം അനങ്ങി തുടങ്ങി. സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ആ ശവത്തിനിറങ്ങി. മരിച്ച എൻ്റെ അനുജനെ ദൈവം മടക്കി തന്നു. ഹല്ലേലൂയ. പനി മാറിയതോ ചൊറി മാറിയതോ അല്ല, മരിച്ച എൻ്റെ അനുജനെ മടക്കി തന്നു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ നടക്കുന്നു, ഈ സ്റ്റിച്ചിങ് നടക്കുന്നു. 10 ദിവസം കഴിഞ്ഞെങ്കിലും ഡിസ്ചാർജ് ചെയ്യേണ്ട എൻ്റെ അനുജനെ 4-ാം ദിവസം ഡിസ്ചാർജ് ചെയ്തു. എൻ്റെ വിവാഹത്തിന് നെയ്യാറ്റിൻകര സ്കൂട്ടർ ഓട്ടിച്ച് വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവൻ ആരോഗ്യം കൊടുക്കാനിടയായി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയോ ഭൂമിയെ ഉണ്ടാക്കിയ കർത്താവിൽ നിനക്ക് ഒരു വിടുതൽ വരും. ഹല്ലേലൂയ. 2004 നമ്മുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് ഞങ്ങളെ പുറത്താക്കും. അങ്ങനെ വാടക വീട് താമസിക്കുന്നു. അപ്പോഴാണ് സത്യദാസ് പാസ്റ്ററിൻ്റെ സ്ഥിരം സന്ദർശകൻ. അതിന് വഴിയിൽ വെച്ച് പാസ്റ്ററുമായി സംസാരിച്ച് എൻ്റെ ആത്മീക ജീവിതമൊക്കെ മനസ്സിലാക്കി ശുശ്രൂഷയ്ക്ക് പോകാനുള്ള സ്വാതന്ത്ര്യത്തോടെ ഞാൻ സഭാവിശ്വാസിയായി മാറി. അങ്ങനെ എൻ്റെ പാസ്റ്റർ പ്രാർത്ഥനയും കാര്യാദികളുമൊക്കെയായി എനിക്ക് ഒരു ബ്ലഡ് ആദ്യമായി 21 ദിവസം ഉപവസിക്കുന്നു 2005. ആ ഉപവാസം കഴിയുമ്പോൾ ഒരു ബ്ലഡ് ക്യാൻസർ രോഗി ഫോണിലൂടെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. മുഖാമുഖം കണ്ടിട്ടില്ലാത്ത ആൾക്ക് ബ്ലഡ് ക്യാൻസർ രോഗിക്ക് പ്രാർത്ഥിച്ചു. കൃപയാൽ ആ രോഗം ദൈവം മാറ്റുവാനിടയായി. അയാൾ എനിക്കൊരു ഭൂമി വാങ്ങിത്തന്നു. ഭൂമി വാങ്ങിത്തന്നൊരു കനാലിൻ്റെ സൈഡിലാണ്, വഴിയില്ലാത്ത ഭൂമി. ദൈവാത്മ റോഡ് സൈഡിൽ വീട് തരുമെന്ന് നിങ്ങൾക്കറിയാമോ? കല്ലറകൾ നിറഞ്ഞ ആ ഭൂമി വാങ്ങി, കനാലിൻ്റെ സൈഡിൽ വഴിയില്ലാത്തത് വാങ്ങി. അടുത്ത ആഴ്ചയിൽ ആ ഭൂമി റോഡായി മാറാനിടയായി. സ്തോത്രം. അങ്ങനെ വീട് വെച്ച് താമസിക്കുമ്പോൾ 2006 ഞാൻ ഗൾഫിലേക്ക് പോകുന്നു. എൻ്റെ വീട് സ്ഥലവും പണയപ്പെടുത്തി, ബാങ്കിൽ പണയപ്പെടുത്തി പണമെടുത്ത് നേരെ ഗൾഫിലേക്ക് പോയി. ജോലി കഴിഞ്ഞു. പിന്നീടാണ് അറിയുന്നത് 1 വർഷം കൂടെ അടയ്ക്കേണ്ട ലോൺ 1 പൈസയും അടച്ചില്ല. വീടിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചു. വീട് നഷ്ടമാകും. ഭാര്യ വേഗം വരാൻ പറഞ്ഞു. പെട്ടെന്ന് വീട്ടിലെത്തി. നോട്ടീസ് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ വീട് കൊണ്ട് എടുത്ത് വെള്ളത്തിൽ ചാനലിലിട്ടു. അത് അറബിക്കടലിലേക്ക് ബോർഡ് ഒഴുകിപ്പോയി. അങ്ങനെ ബന്ധുക്കൾ ചർച്ചക്കാരെ കാണാൻ പോയി. ബന്ധുക്കളൊന്ന് ഇങ്ങോട്ട് വന്നു പോരുത്, ക്രിസ്ത്യാനിയാണ്, പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ക്രിസ്ത്യാനികളാകുന്ന അറിയാവുന്നവരൊക്കെ ചോദിച്ചപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ സങ്കടമായി. ഒടുവിൽ ആ വർഷം 2008 ഫെബ്രുവരി 29 ദിവസമുണ്ട്. അങ്ങനെ ഞങ്ങൾ 26 ദിവസം വരെ ശ്രമിച്ചിട്ട് ഒന്നും നടന്നില്ല. 27, 28, 29 ഞങ്ങൾ 2 പേരും ഉപവസിക്കാൻ തീരുമാനിച്ചു. 27-ാം തീയതി ഉപവസിക്കുമ്പോൾ എൻ്റെ ഭാര്യയോട് ദൈവാത്മ പറഞ്ഞു, ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? 29-ാം തീയതി പൈസ അടച്ചില്ല, 1-ാം തീയതി ഇറങ്ങണം. 28-ാം ദൈവാത്മ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആത്മിക കാര്യങ്ങൾ നടത്തിത്തരുന്ന ദൈവമല്ലേ, നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ ഞാൻ നടത്തിത്തരും. സ്തോത്ര. 29-ാം തീയതി ഞങ്ങൾ 2 പേരോട് ദൈവാത്മ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഈ ഭൂമി തന്നെങ്കിൽ ഇതിലെ 1 തരി മണ്ണ് ശത്രു തൊടുകയില്ല. സ്തോത്ര. അങ്ങനെ 5 മണിയായി. 5 മണി നോക്കണമോ, ഞങ്ങളുടെ സഭയിലുള്ള എത്രയോ പേർ അന്ന് ബാങ്ക് ജപ്തി വരുമെന്ന് പറഞ്ഞ് ഇവിടുന്നുമൊക്കെ കടവും പാവലും വാങ്ങി പൈസ അടച്ചുകൊണ്ട് എൻ്റെ പാസ് ജീവിച്ചിരിക്കുന്നുണ്ട്. സംശയമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം, കള്ളമായിരുന്നു. ഇപ്പം തന്നെ പാസ് പറയായിരുന്നല്ലോ കള്ളമെന്ന്. അങ്ങനെ പലരും അടച്ച്. എനിക്ക് അടയ്ക്കാൻ പൈസയില്ല. 5 മണിയായി, 7 മണിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോഴേക്ക് കാക്കയൊക്കെ വരുമ്പോൾ ഞാൻ ഇറങ്ങി നോക്കും. കാരണം ഏലിയാവിന് കാക്കയെ കൊണ്ട്
കൊണ്ടുവന്നു എന്നാണ്. എൻ്റെ കാക്കകളെല്ലാം കറണ്ടടിച്ച് ചത്തു. ഒരു കാക്കയും വന്നില്ല, ഒരു വ്യക്തിയും വന്നില്ല. അവസാനം ഞാനും ഭാര്യ മുഖാമുഖം നോക്കുന്നു. 7 മണിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ ഫോൺ, ലോൺ എന്തായി? ഞാൻ പറഞ്ഞു ലോൺ എന്താ, നാളെ രാവിലെ ഞങ്ങൾ ഇറങ്ങും, പഴയ വാടക വീട്ടിലേക്ക് പോവുകയാണ്. അവൻ പറഞ്ഞു ഒരിക്കറ്റ് TV നോക്കാം, അടുത്ത വീട്ടിൽ TV ഉണ്ട്. TV നോക്കുമ്പോൾ അന്ന് ദൂരദർശൻ കേന്ദ്രം ട്രിവാൻഡ്രം മാത്രമേ ഉള്ളൂ, മറ്റ് ചാനലൊന്നുമില്ല. 2008 ഫെബ്രുവരി 29 ഞാനിങ്ങനെ ചാനൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് കളി തീരാറായി. അപ്പോഴും ഞാൻ ഇടയ്ക്ക് അല്ല ഇതിനകത്ത് ലോണിൻ്റെ കാര്യമുണ്ട്, ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നിൽക്കണമേ. തുപ്പ സമയത്തിന് ഞാൻ ഭാര്യയോട് പറയാണ്, നമ്മൾ ഈ എല്ലാം വാരിക്കെട്ട് നമുക്കങ്ങ് പോകാം. അപ്പോൾ പറഞ്ഞു ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ പോയിരുന്നപ്പോൾ ബാങ്കുകാർ പോലീസിനെ കൊണ്ട് സ്ഥാപന ജംഗമ വസ്തു കിടക്കണ എല്ലാം എഴുതി എടുത്തുകൊണ്ട് പോയി, ഇതിലൊരു സാധനം എടുത്തുകൊണ്ട് പോയാൽ ബാങ്ക് നമ്മളകത്താക്കും. അങ്ങനെ ഒന്നുമില്ല, ഇറങ്ങാൻ നിൽക്കുമ്പോൾ നോക്കണമേ, ഇവിടെ പറയുന്നത് ലോണിൻ്റെ വിഷയമെന്ന്. കൂട്ടുകാരൻ പറയുന്നത് ഫോൺ കയ്യിരിക്കുകയാണ്. അടുത്ത വീട്ടിൽ TV നോക്കുമ്പോൾ ക്രിക്കറ്റ്. അവൻ പറഞ്ഞു ഇനി പ്രധാന വാർത്ത വരും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പ്രധാന വാർത്ത എഴുതുകയാണ്, വയനാട്ടിൽ കാസർഗോഡിൽ ആ കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ കർഷക ആത്മഹത്യ ഉണ്ടായതുകൊണ്ട് അന്ന് കേന്ദ്രത്തിലെ ഡൽഹിയിലെ കോൺഗ്രസ് സർക്കാർ ഒരു നിയമം പാസാക്കി 1 ലക്ഷം രൂപയ്ക്ക് താഴെ ലോൺ എടുത്ത എല്ലാ കാർഷിക ലോണുകൾ കേന്ദ്ര സർക്കാർ എഴുതി തള്ളി.